നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ വിനയ്. എന്താടാ, എന്തു പറ്റി? എന്താടാ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? നിനക്ക് സുഖമില്ലേ? അമ്മേ, എനിക്ക് തീരെ സുഖമില്ല അമ്മേ. നല്ല പൊള്ളുന്ന പനിയാ. അമ്മ വേഗം ഒന്ന് വീട്ടിലേക്ക് വരുമോ? എടാ, റിയ അവിടെ ഇല്ലേ? അവളിവിടെ ഇല്ല. വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അമ്മ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. വിനയ്, എനിക്ക് ഇവിടെ ചില അത്യാവശ്യ ജോലികളുണ്ട്. നീ റിയയെ ഒന്നുകൂടി ഒന്ന് വിളിക്ക്. ഇല്ലെങ്കിൽ ഞാനൊന്ന് വിളിച്ചു നോക്കാം. അമ്മ അവളെ വിളിക്കണ്ട. അമ്മ തന്നെ ഒന്നും കൂടി വന്നാ മതി. എടാ, ഞാൻ ഇത്തിരി ബിസിയാണെന്ന് പറഞ്ഞില്ലേ? ഇതിനിടെ നിന്ന് ഞാൻ എങ്ങനെ അങ്ങോട്ട് വരും? ഓ, അമ്മയ്ക്ക് എന്നെക്കാൾ വലുതാണ് അവിടുത്തെ ജോലിയല്ലേ? വിനയ്, നിനക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയില്ലേ? അതിന്റെ സീരിയസ്നെസ് അറിയില്ലേ നിനക്ക്? അതെല്ലാം ഉടനെ സോൾവ് ചെയ്തില്ലെങ്കിൽ കമ്പനി ഉടനെ പൂട്ടിക്കെട്ടേണ്ടി വരും. ഞാൻ അതെല്ലാം ഏത് വിധേനയും പരിഹരിക്കാനുള്ള ശ്രമത്തിലാ. നിന്റെയും റിയയുടെയും വാക്ക് കേട്ട് മദ്യക്കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെട്ടത് വലിയ ബുദ്ധിമോശമായി പോയി. അമ്മേ? നീ അറിഞ്ഞു കാണില്ല. എങ്കിലേ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. എന്താ പറ്റിയത്? എടാ, നമ്മുടെ ഡിസ്റ്റിലറിയിൽ ഉണ്ടാക്കിയ മദ്യം കഴിച്ച് 5-6 പേര് മരിച്ചു. അതിന്റെ ടെൻഷനിലാ ഞാൻ. ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ നിന്ന് നീക്കണമെങ്കിൽ ഇടാ കോടികൾ എടുത്തെറിയേണ്ടി വരും. ഈ സമയത്ത് പണം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് വയ്യ ജയിലിൽ പോയി കിടക്കാൻ. എന്താ, നിനക്ക് പറ്റുമോ അതിന്? നമ്മുടെ കമ്പനിയുടെ മദ്യം കുടിച്ച് തന്നെയാണോ ഈ ദുരന്തം ഉണ്ടായത്? എടാ, അതേടാ, നമ്മുടെ ബ്രാൻഡ് മദ്യം തന്നെയാ ചത്തവരെല്ലാം കുടിച്ചത്. അതിന് തെളിവുകളും ഉണ്ട്. വിനയ്, ഏതായാലും ഇതിപ്പോ അറിഞ്ഞതേ ഉള്ളൂ. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിടിക്കുന്നതിന് മുൻപ് സംഗതി നമുക്ക് ഒതുക്കി തീർക്കണം. ഞാൻ അതിനു വേണ്ടി ചിലരുമായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുക. ഇനി നീ പറയ്, ഇതാണോ മുഖ്യം, അതോ ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്ന് അസുഖം അന്വേഷിക്കലാണോ മുഖ്യം? അയ്യോ, അപ്പൊ നമ്മുടെ മദ്യം കഴിച്ചിട്ടാണോ എനിക്ക് ഗതി ഉണ്ടായത്? വിനയ്, നീയും നമ്മുടെ മദ്യം കുടിച്ചോ? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 3-4 പേഗ് അടിച്ചു. അയ്യോ, എന്റെ ദൈവമേ. എടാ വിനയ്, നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നേ? വിനയ്, നീ ഇനിയും വെച്ച് നോക്കിക്കൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ചെല്ല്. അമ്മ പേടിക്കണ്ട. ഗാർഗി ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞ് എനിക്ക് മരുന്ന് തന്നിട്ടുണ്ട്. കുറച്ചേരം ഞാനും നോക്കട്ടെ. കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവാം. അമ്മ അവിടുത്തെ കാര്യങ്ങൾ ഡീലി. എടാ മോനെ, ഞാൻ അമ്മ സമാധാനായിട്ട് ഇരിക്കേ. അയ്യോ, എന്നിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്ക്. ഇനി എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് വിളിച്ചാ മതി. അമ്മ ഫോൺ വെച്ചോ. അയ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.